$900 ഏകദേശം INR പ്രകാരം 85,956 രൂപ. ഇത്രയും എമൗണ്ട് ആണ് നമ്മൾ ഇന്നലെ ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്, അതും ഗോൾഡ്. സോ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സോ നമുക്ക് ജസ്റ്റ് ഈ ഒരു 5 മിനിറ്റ് ചാർട്ട് അനലൈസ് ചെയ്യാം. അത് സിമ്പിൾ രീതി അനലൈസ് ചെയ്യുന്ന, ഇവിടെ ഒരു കോൺസെപ്റ്റ് യൂസ് ചെയ്യുന്നില്ല. ജസ്റ്റ് നമുക്ക് മാർക്കറ്റ് എന്താണ് മൂവ്മെൻറ്റ് നോക്കി എന്ന രീതിയിൽ നമുക്ക് അനലൈസ് ചെയ്യാം. ഗോൾഡാണ് മാർക്കറ്റ്. സോ ആദ്യം തന്നെ മാർക്കറ്റ് ലൈവായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ക്യാൻഡിൽ ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ്. ബുള്ളിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുകളിലോട്ട് പോകുന്ന ക്യാൻഡിലിനെയാണ് ബുള്ളിഷ് എന്ന് പറയുന്നത്. സോ ഇതൊരു ബുള്ളിഷ് ക്യാൻഡിലാണ്. ക്യാൻഡിലിൻ്റെ ഏറ്റവും സ്ട്രോങ് ഭാഗമാണ് തൻ്റെ ശരീരം, ബോഡി എന്ന് പറഞ്ഞാൽ. ഒരു ക്യാൻഡിലിന് ഒരു വിക്കും ഉണ്ട്, ഒരു ബോഡിയും ഉണ്ട്. ഈ ഒരു വാല് പോലെ ഇരിക്കുന്ന സാധനത്തിനെ പറയുന്നതാണ് വിക്ക്. സോ ഇതിൻ്റെ ബോഡിയാണ് ഇതിന് ഏറ്റവും കൂടുതലുള്ള പ്രഷർ. സോ ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ നല്ല സ്ട്രോങ് ക്യാൻഡിലായിട്ടാണ് നമ്മളെ കാണിപ്പിക്കുന്നത്. നമ്മുടെ ലൈവായിട്ട് നോക്കുമ്പോൾ നമ്മളെ കാണിപ്പിക്കുന്നത് അവിടെ നല്ല സ്ട്രോങ് ബുള്ളിങ് ഉണ്ടെന്നാണ്. പക്ഷെ നമുക്ക് അതിനനുസരിച്ച് പെട്ടെന്ന് ഒരാൾ കാണുമ്പോൾ സ്ട്രോങ് ബുള്ളിങ് എന്ന് പറഞ്ഞാൽ ഇവിടെ പോയി ബൈറ്റിട്ട് കാര്യമില്ല. അവിടെ ബൈടുന്നവർ കാണും, സോ അവർ ബൈറ്റോട്ടെ. പക്ഷെ നമുക്കൊരു കൃത്യമായിട്ടുള്ള ഒരു ക്ലാരിറ്റി ഉണ്ടായിട്ട് നമ്മൾ ട്രേഡ് എടുത്താൽ മതി. സോ നമുക്ക് ഒന്ന് അനലൈസ് ചെയ്യാം. ജസ്റ്റ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അനലൈസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ആദ്യമേ ഇത്രയും ഒരു ബൈ മൂവ്മെൻറ്റ് തരണമെങ്കിൽ മാർക്കറ്റ് ഏത് ലെവലിൽ നിന്നെത്തി, ഈ ഒരു പ്രൈസ് ലെവലിൽ നിന്നാണ് മാർക്കറ്റ് ഇത്രയും ഒരു പുള്ളിങ് തന്നെ. സോ ആ പ്രൈസ് ലെവൽ ജസ്റ്റ് ഒന്ന് നമ്മളൊരു ഇവിടുത്തെ ഒരു ടൂളിങ് ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഹൊറിസോണ്ടൽ ലൈൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പ്രൈസ് ലെവൽ കാണാൻ പറ്റും. 4492. ഒരിക്കലും 5 മിനിറ്റ് പോയി അനലൈസ് ചെയ്തു അപ്പോൾ തന്നെ എൻട്രി ഇടല്ല. നമ്മളൊരു ഹയർ ടൈം ഫ്രെയിം അനലൈസ് ചെയ്തിട്ട് വേണം നമുക്ക് ലോവർ ടൈം ഫ്രെയിം കൺഫർമേഷനായിട്ട് നോക്കാവും. ബട്ട് ജസ്റ്റ് നമുക്ക് ഈ ഒരു കറക്റ്റ് തന്നിരിക്കുന്ന മാർക്കറ്റ് എങ്ങനെ വേ ഓഫ് അനലൈസ് ചെയ്യാം, ഒരു സിമ്പിൾ രീതിയിൽ അനലൈസ് ചെയ്യാം, നമ്മുടേതായിട്ടുള്ള രീതിയിൽ എങ്ങനെ അനലൈസ് ചെയ്യാം, അതാണ് ഞാനിവിടെ പറയുന്നത്. സോ ഇവിടെ ഒരു 5 മിനിറ്റ് ഇവിടെ ഒരു ലെവൽ കണ്ടിട്ടുണ്ട്. ഈ ഒരു ലെവലിൽ നിന്നാണ് ഇത്രയും ബയേഴ്സ് പുഷ് ചെയ്തത് 4492 എന്ന് പറഞ്ഞൊരു പ്രൈസ്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും സെല്ലിങ് എന്ന് വെച്ചാൽ മാർക്കറ്റ് താഴോട്ട് വന്നതിന് ശേഷം മാർക്കറ്റ് ഇത്രയും മണ്ടയ്ക്കോട്ട് പോകണമെങ്കിൽ ഇവിടെ എന്തോ ഒരു മാഗ്നറ്റ് പോലത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ഞാൻ പറഞ്ഞ ഇവിടെ മാഗ്നറ്റ് ഒന്നും ഇല്ല. ഇവിടെ ഞാൻ പറഞ്ഞാണ് ഇവിടെ ഈ ഒരു പ്രൈസ് ലെവലിൽ എന്തെങ്കിലും ഒരു ബൈയിങ് ആണ്. അതാണ് മാർക്കറ്റ് ഇത്രയും ബൈ പോയത്. സോ ശ്രദ്ധിക്കുക, മാർക്കറ്റ് ഓരോ ബൈ പോകുമ്പോഴും അതിനിടയ്ക്ക് സെല്ല് ഇറങ്ങുന്നുണ്ട്, ബട്ട് അത് ഫെയിലാവും. വീണ്ടും മാർക്കറ്റ് ഓരോ ബൈ പോകുമ്പോഴും അതിനിടയ്ക്ക് സെല്ലാവും, അത് ഫെയിലാവും, വീണ്ടും സെല്ലാവും മാർക്കറ്റും. അപ്പം മേ ബി അത് വേണമെങ്കിൽ ഫെയിൽ ചെയ്തു ഇപ്പം. സോ നമുക്ക് പിന്നിലുള്ള ട്രെൻഡും കൂടെ നോക്കാം. പിന്നിലുള്ള ട്രെൻഡ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് നമുക്ക് നോക്കാം. ഇതായിരുന്നു ഇത്രയും മാർക്കറ്റ് വരുന്നതിന് മുമ്പ് വരെയുള്ള ഹൈ ഇതായിരുന്നു. ഈ ഒരു ഹൈ വന്നിട്ട് മാർക്കറ്റ് ഒരു സെല്ലിംഗ് പോയി, ബട്ട് വീണ്ടും ഓവർകം ചെയ്തു. മാർക്കറ്റ് വീണ്ടും സെല്ലിംഗ് പോയി, ഇവിടെ ഓവർകം ചെയ്തില്ല. വീണ്ടും മാർക്കറ്റ് ഒരു ബൈ സൈഡ് വന്നു, ഇടിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, ഈ ഒരു പ്രൈസ് ലെവൽ, ഈ ഒരു ഹൈ പ്രൈസ് ലെവൽ ബ്രേക്ക് ചെയ്യുന്ന സമയത്തെല്ലാം മാർക്കറ്റ് തിരിച്ചു വരിക ചെയ്യുന്നത്. ശ്രദ്ധിച്ചോ, ഈ ഒരു പ്രൈസ് ലെവൽ ഒരു വലിയൊരു ക്യാൻഡിൽ വന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് തിരിച്ചു വരും, വലിയൊരു ക്യാൻഡിൽ വന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് തിരിച്ചു വരും. സോ അതേ പ്രൈസ് ലെവൽ മാർക്കറ്റ് ഇവിടെ വലിയൊരു ക്യാൻഡിൽ ബ്രേക്ക് ചെയ്തില്ല. സോ അത് തിരിച്ചു വന്ന് വലിയ ലോങ് മൂവ്മെൻറ്റ് തന്നിട്ടില്ല. പക്ഷേ ഇത് കണ്ടോ, ഇവിടെ ആ പ്രൈസ് ലെവലിൽ വലിയൊരു ക്യാൻഡിൽ ബ്രേക്ക് ചെയ്തേക്കുന്നു എന്ന് പറഞ്ഞാൽ ഇത് നമ്മളെ ലൈവ് ട്രേഡിങ്ങിൽ മാനിപ്പുലേഷനാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ ഒരു വലിയൊരു ക്യാൻഡിൽ വന്നതിന് ശേഷം മാർക്കറ്റ് ബ്രേക്കിംഗ് പോലെ കാണിക്കും. സോ ഈ ഒരു ലെവൽ വലിയൊരു ക്യാൻഡിൽ ബ്രേക്ക് ചെയ്തു, ഇവിടെ ബ്രേക്ക് ചെയ്ത് പോവാണ്. സോ മാർക്കറ്റ് ഇവിടെ നിന്ന് ബൈ പോകുന്നു, നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യുക. ലൈവായിട്ട് ട്രേഡ് ചെയ്യുന്ന ഒരുത്തൻ എല്ലാവരും ഇവിടെ ബൈ ഇടണമെന്നുണ്ട്. അത് ഓരോരുത്തരുടെ ഓരോ സ്ട്രാറ്റജിക് പ്രകാരമായിരിക്കും. സോ ജസ്റ്റ് ഒരു സിമ്പിൾ വേ നോക്കുവാണെങ്കിൽ ഇതേ അടുത്ത് തന്നെ അവർ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വഴി ഉണ്ടാവുമോ? സോ നമുക്കിവിടെ ഒരു സെല്ലിംഗ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നു. നമ്മുടെ സ്റ്റോപ്പ് ലോസ് നഷ്ടം നമ്മൾ ഈ ഒരു ഹൈയിൽ വെക്കുന്നു. സോ ഇത് റിപ്ലൈ മോഡാണ്. റിപ്ലൈ മോഡ് ആർക്കും റിപ്ലൈ ഇട്ട് കാണിക്കാവുന്നേ ഉള്ളൂ. പക്ഷേ ഇത് ഞാൻ ഇന്നലെ എടുത്ത ട്രേഡാണ്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ജസ്റ്റ് ഞാൻ കാണിക്കുക, എനിക്കത് ജേർണൽ ചെയ്യണമെന്നുണ്ട്. സോ അത് ഞാൻ നിങ്ങളെ കൂടെ മനസ്സിലാക്കി വെക്കാമെന്ന് വിചാരിച്ചു. സോ ഞാനിപ്പോൾ എടുക്കുന്നത് 1:2 ആണ്. 1:2 നമ്മൾ നോക്കി. സോ നമുക്കിത് പ്ലേ ചെയ്യാം. മാർക്കറ്റ് എന്ത് ഭംഗിയായിട്ടാണ് അവിടുന്ന് ക്രാഷായ, അതാണ് പറഞ്ഞത്. ഇവിടെ മാനിപ്പുലേഷൻ നടത്തി, കണ്ടോ, ഇവിടുന്ന് ബൈ പോയില്ല, മാർക്കറ്റ് നല്ല ഭംഗിയായിട്ട് നമ്മുടെ TP ഹിറ്റായി. സോ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും മാർക്കറ്റ് ക്ലീനായിട്ട് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും.
ഒത്തിരി നേരം സമയം എടുത്ത് അനലൈസ് ചെയ്ത് 10-12 മണിക്കൂർ അനലൈസ് ചെയ്ത് കൺഫ്യൂഷൻസ് അടിച്ച് അത് ഇനി ഫെയിലായി കഴിഞ്ഞാൽ ടെൻഷൻ അടിച്ച് ഓവർ ട്രേഡ് ചെയ്ത് ഈ കാര്യമൊന്നും വേണ്ട. ജസ്റ്റ് ഇപ്പം നടക്കിരിക്കുന്ന എന്താണോ അത് ജസ്റ്റ് അനലൈസ് ചെയ്യുക, അതിനനുസരിച്ചൊരു ട്രേഡ് എടുക്കുക. ആ ട്രേഡ് ലോസ് ആവുകയാണെങ്കിൽ എന്തുകൊണ്ട് ലോസ് ആയെന്ന് മനസ്സിലാക്കുക. അങ്ങനെ നിങ്ങളായിട്ടൊരു സ്ട്രാറ്റജിക് മൂവിൽ പോയാൽ മതി. പിന്നെ സ്ട്രാറ്റജീസ് ഉണ്ടെങ്കിൽ നമ്മുടെ ആയിട്ടുള്ള രീതിയിൽ എക്സരി സ്ട്രാറ്റജി ഉണ്ട്, അങ്ങനെ കുറേ സ്ട്രാറ്റജി ഉണ്ട്. നമ്മളിവിടെ ICT SMC ഒന്നും ഫോളോ അപ്പ് ചെയ്യുന്നില്ല. സോ ഇത് നിങ്ങൾക്കൊരു ഉപകാരമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ട്രേഡിംഗ് സെറ്റപ്പിൽ ഒരു ഉപകാരം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ മോർ വീഡിയോസ് വേണമെങ്കിൽ ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പേഴ്സണലി DM ചെയ്താൽ മതി, ഞാനത് ക്ലിയർ ചെയ്ത് തരാം. നിങ്ങളുടെ ഏത് സ്ട്രാറ്റജി ആയിക്കോട്ടെ നിങ്ങൾക്കത് ഡൗട്ട്സ് വരിക, അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് എനിക്ക് DM ചെയ്താൽ മതി, ഞാനത് ക്ലിയർ ചെയ്യാൻ റെഡിയാണ്. സോ താങ്ക് യു.